ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല നാടൻ രീതിയിൽ അപ്പം തയ്യാറാക്കാം. തേങ്ങാവെള്ളമാണ് ഇതിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാവെള്ളം തലേദിവസം തന്നെ നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് അല്പം പഞ്ചസാര ചേർത്തിട്ട് അത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വേണം വെക്കാനായിട്ട്, ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരി, പച്ചരി ഞാനിപ്പോൾ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 4 മണിക്കൂർ കുതിർക്കാനിട്ട ശേഷം അരച്ചെടുക്കാം. മിക്സഡ് ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. പുളിപ്പിച്ച തേങ്ങാവെള്ളം 1/2 കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യം അരച്ച അരി അല്പം വെള്ളം ചേർത്താണ് അരച്ചത്. ഇനി ബാക്കി പകുതിയിൽ ഈ പുളിപ്പിച്ച തേങ്ങാവെള്ളത്തിൽ നിന്ന് കുറച്ച് ചേർത്ത് ബാക്കിയുള്ള അരി അരച്ചെടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് ചോറ്, ഇതെല്ലാം ആ ബാക്കിയുള്ള തേങ്ങാവെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവിലേക്ക് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 8-10 മണിക്കൂറൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ രാത്രിയിലേക്കാണ് വേണ്ടതെങ്കിൽ രാവിലെ തന്നെ അരച്ച് വെക്കണം. രാവിലേക്കാണ് വേണ്ടതെങ്കിൽ രാത്രി അരച്ച് വെക്കണം. അപ്പോൾ മൂടി വെച്ചു. ഇത് പിറ്റേ ദിവസമായപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അപ്പച്ചട്ടി ചൂടാവാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനി ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ച് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ടാവും. പേസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ ഹോൾസ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക്, അതുപോലെ ചിലർക്ക് വയറിനൊന്നും ഈസ്റ്റ് അത്ര പറ്റാത്തവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് നല്ല അപ്പം തയ്യാറാക്കാം.